ടാക്സ് സേവിംഗ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ട് 30% വരെ റിട്ടേൺ നേടാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ടാക്സ് ബെനിഫിറ്റിനോടൊപ്പം തന്നെ 30% വരെ റിട്ടേൺ നൽകിയിട്ടുള്ള ഏതാനും മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇരട്ടയൊക്കെ നേട്ടത്തോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റും കൂടെ നൽകുന്ന ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അഥവാ ELSS മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഈ ടാക്സ് സേവിംഗ് ഫണ്ടുകൾ എന്നറിയപ്പെടുന്നത്. ആദ്യമായിട്ട് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫണ്ടാണ് ELSS മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ELSS ഫണ്ടുകൾ എന്ന് പറയുന്നത് നേരിട്ട് ഓഹരികളിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് പ്ലാൻസ് ആണ്. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് ഫണ്ട് എന്നറിയപ്പെടുന്നു. ഇവ ടാക്സ് സേവിംഗ് ഫണ്ട് എന്നും അറിയപ്പെടുന്നു. ഇൻകം ടാക്സ് ആക്ട് അതായത് ആദായ നികുതി നിയമത്തിലെ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിനാണ് നികുതി ഇളവ് ലഭിക്കുക. സാധാരണ ടാക്സ് സേവിംഗ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ആണ് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതെന്നുള്ള ഒരു അനുകൂല ഘടകമാണ്. ELSS ഫണ്ടുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടുകളുടേതിന് സമാനമാണ് ELSS ഫണ്ടുകളുടെയും പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ചെറുകിട വൻകിട ഇടത്തരം കമ്പനികളിൽ കൃത്യമായിട്ടുള്ള ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന ELSS ഫണ്ടുകൾക്കില്ല. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുടെ നിക്ഷേപ രീതിയും ഇത്തരത്തിൽ തന്നെയാണ്. ഒരു നിശ്ചിത ശതമാനം ഏതെങ്കിലും ഒരു കാറ്റഗറി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അതായത് ലാർജ് ക്യാപ് സ്റ്റോക്കിലോ മിഡ് ക്യാപ് സ്റ്റോക്കിലോ സ്മോൾ ക്യാപ് സ്റ്റോക്കിലോ ഇത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മാനദണ്ഡം ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കും അതോടൊപ്പം തന്നെ ELSS ഫണ്ടുകൾക്കും വെച്ചിട്ടില്ല എന്നുള്ളത് ഇത്തരം മ്യൂച്വൽ ഫണ്ട്സിനെ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഈ ELSS ഫണ്ടുകൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലംസമായിട്ട് ഒരു വലിയ തുക ഒരുമിച്ചോ ഇല്ലെങ്കിൽ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് 500 രൂപ മുതൽ മുകളിലേക്കുള്ള ഏതെങ്കിലും ഒരു തുക മന്ത്ലി കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ നമുക്ക് ഈ ELSS ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ELSS ഫണ്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ELSS ഫണ്ടുകൾക്കുള്ള ലോക്ക് ഇൻ പീരീഡ് മറ്റുള്ള ടാക്സ് സേവിംഗ് ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ലോക്ക് ഇൻ പീരീഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. അതായത് 3 വർഷമാണ് ELSS ഫണ്ടുകളുടെ ലോക്ക് ഇൻ പീരീഡ്. ഇനിയിപ്പോൾ നമ്മൾ ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവയ്ക്ക് 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉള്ളപ്പോൾ ELSS ഫണ്ടുകളുടെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ടാക്സ് സേവിംഗ് ഫണ്ടായിട്ടുള്ള PPFന്റെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമാണ്. ഈ ഒരു ലോക്ക് ഇൻ പീരീഡിന്റെ കാലയളവ് കുറവാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ബെനിഫിറ്റും കൂടി ഇതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് വലിയ നേട്ടം ഉണ്ടാക്കി തരാനും ELSS ഫണ്ടുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ELSS ഫണ്ടുകൾക്ക് വരുന്ന നികുതി ബാധ്യത നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 1.5 ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ 80C എന്നുള്ള ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷത്തിന് താഴെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടാക്സ് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ദീർഘകാലത്തേക്കുള്ള റിട്ടേണിൽ 1 ലക്ഷത്തിൽ താഴെയുള്ള തുകയാണ് നിങ്ങൾക്ക് ലാഭവിഹിതമായിട്ട് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന തുകയാണ് നിങ്ങൾക്ക് ലാഭവിഹിതമായി ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന എമൗണ്ടിന് 1 ലക്ഷം വരെക്കുള്ളതിന് നികുതി വേണ്ട, അതിന് മുകളിൽ വരുന്ന എമൗണ്ടിന് 10% നികുതി മറ്റുള്ള ഇക്വിറ്റി ലിങ്ക്ഡ് പ്ലാൻസിന് പോലെ തന്നെ 10% നികുതി നൽകേണ്ടതായിട്ട് വരും. ഇനി ഈ ELSS ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ലോക്ക് ഇൻ പീരീഡ് 3 ഇയേഴ്സ് ആണെന്ന്. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 5, 7, 10 വർഷം എങ്കിലും ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള, അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ നൽകുന്ന ഒരു ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ELSS ഫണ്ടുകൾ. ഏകദേശം 12% ഏവറേജ് റിട്ടേൺ ആയിട്ട് ELSS ഫണ്ടുകൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു റിട്ടേൺ ദീർഘകാലത്തേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് 3 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ഓരോ ഗോളും മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. ഒന്നുകിൽ ഒരു 5 വർഷത്തിന് ശേഷം ഒരു വീട് വയ്ക്കുന്ന കാര്യമോ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ ഒരു 15 വർഷത്തിന് ശേഷം മക്കളുടെ മാരേജിൻ്റെ കാര്യമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോൾ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ഗോളിലേക്ക് വേണം ഓരോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുപോകാനായിട്ട്. നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഗോളിനെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കി തരാനായിട്ട് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ELSS കാറ്റഗറിയിലെ കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 26.15% 3 വർഷത്തെ ഏവറേജ് റിട്ടേൺ എന്ന് പറയുന്നത്. 5 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 33%-ലധികവും 7 വർഷത്തെ ഏവറേജ് റിട്ടേൺ 27%-ലധികമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിപണി അധിഷ്ഠിത പദ്ധതി ആയതുകൊണ്ട് തന്നെ, മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരുപോലെ റിട്ടേൺ നേടണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പറയാൻ സാധിക്കില്ലെങ്കിലും ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ വളരെ ക്രൂരമായിട്ടുള്ള ഓഹരി വിപണിയിലെ ഇടിവ് നേരിട്ടിട്ടും കൊറോണയ്ക്കും അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിനൊക്കെ ഇടയിലും മാർക്കറ്റ് വലിയ രീതിയിൽ തകർച്ച നേരിട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കാലയളവിൽ കൂടി ഇത്രയും വലിയ റിട്ടേൺ നേടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഈ റിട്ടേൺ എന്തായാലും ഇനി വരും കാലയളവിലും നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമുക്ക് നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഏതാനും ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് പരിചയപ്പെടുമ്പോൾ
നോക്കുമ്പോൾ 10,000 രൂപ SIP ആയിട്ട് 5 വർഷത്തേക്ക് നിക്ഷേപിച്ചിരുന്നെങ്കിൽ നമുക്ക് ലഭിച്ചേക്കാമായിരുന്ന റിട്ടേൺ എത്രയാണെന്നുള്ളൊരു കാൽക്കുലേഷനും കൂടെയാണ് നമ്മൾ ഈ ഒരു ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിട്ടേൺ പരിശോധിക്കുന്നത് കൂടിയിട്ട് നമ്മൾ അതിനോടൊപ്പം പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിലേക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യമായിട്ട് കാണിക്കുന്നത് ക്വാൺ ടാക്സ് ഫണ്ടാണ്. അത് ഫണ്ട് ഏകദേശം 4,605 കോടി രൂപയോളാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ 10,000 രൂപ വെച്ചിട്ട് 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 6 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വാല്യൂ 13,18,502 രൂപയായിട്ട് കിട്ടിയേനെ. റിട്ടേൺ 33% എന്നുള്ള ഒരു കണക്ക് വെച്ച്. ഇനി ബന്ധൻ ടാക്സ് ഫണ്ട് ഉണ്ട്. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആകെ തുക എന്ന് പറയുന്നത് 5,073 കോടി രൂപയാണ്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ SIP ചെയ്യുമ്പോൾ 6 ലക്ഷം ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാറ്റഗറിയിലും നമ്മൾ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 6 ലക്ഷം രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ബന്ധൻ ടാക്സ് ഫണ്ട് നൽകിയിട്ടുള്ളത് 25% റിട്ടേൺ. ആ തുക 10,94,000 രൂപയായിട്ടാണ് മാറുന്നത്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാക്സ് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 24% റിട്ടേൺ നൽകുമ്പോൾ 10,78,000 രൂപയായിരിക്കും നമുക്ക് ഇതുവരെ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവുക 5 വർഷം കൊണ്ട്. SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ടിലായിരുന്നെങ്കിൽ 23.38 ഏവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,52,733 രൂപയായിരിക്കും ഇപ്പോൾ നമ്മുടെ ഫണ്ട് വാല്യൂ ഉണ്ടായിരിക്കുക. മഹീന്ദ്ര മാനുലൈഫ് ELSS ഫണ്ടിലായിരുന്നെങ്കിൽ 21.89% ഏവറേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 10,16,000 മുകളിലുള്ള തുകയായിരിക്കും. നിറയെ അസറ്റ് ടാക്സ് സേവർ ആണെങ്കിൽ 21% ഏവറേജ് ആനുവൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 10 ലക്ഷത്തിലധികമുള്ള തുകയാണ്. അതുപോലെ തന്നെ HDFC ടാക്സ് സേവർ, കോട്ടക് ടാക്സ് സേവർ, DSP ടാക്സ് സേവർ, JM ടാക്സ് ഗെയിൻ ഇവയൊക്കെ 21%-ലധികം കഴിഞ്ഞ 5 വർഷത്തിലെ ഏവറേജ് റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകളാണ്. ഇവയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ നമ്മുടെ 6 ലക്ഷത്തിൻ്റെ നിക്ഷേപം 10 ലക്ഷത്തിലധികമുള്ള ഒരു തുകയായിട്ട് മാറിയേനെ. ഇനിയിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏത് ബാങ്ക് ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, PPF അടക്കമുള്ള ഏത് ടാക്സ് സേവിംഗ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്ര വരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ 3-4 ഇരട്ടി റിട്ടേൺ ആണ് ELSS ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ടാക്സ് സേവിങ്ങിനോടൊപ്പം തന്നെ ഒരു വലിയ റിട്ടേണും കൂടെ നേടിത്തരാൻ നമ്മളെ സഹായിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇന്ത്യയിലെ ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ELSS മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടാക്സ് സേവിംഗ് ഫണ്ടുകളെ കുറിച്ചിട്ടും അവയിൽ നമ്മൾ നൽകുന്ന സജഷനെ കുറിച്ചിട്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഇൻട്രസ്റ്റിംഗും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വരും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ നൽകുന്ന ഒരുപാട് പ്രോത്സാഹനങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.